ഹായ് സർ. ഇന്നത്തെ കാലഘട്ടത്തിൽ ഒരുപാട് ഞാൻ കേൾക്കുന്നതാണ് ഈ വെർച്വൽ ഓഫീസ്, കോ വർക്ക് സ്പേസ്, അതിനെക്കുറിച്ച് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ? ഇപ്പോൾ നമുക്കൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ ഒരുപാട് ഇൻവെസ്റ്റ്മെൻറ്റ് വരുന്നുണ്ട്. ഏറ്റവും കൂടുതൽ ഇൻവെസ്റ്റ്മെൻറ്റ് വരുന്നൊരു പോർഷൻ എന്ന് പറയുന്നത് നമുക്ക് ഇൻഫ്രാസ്ട്രക്ചറിലാണ്. അതായത് ഒരു ഓഫീസ് എടുക്കണം, അത് ഫർണിഷ് ചെയ്യണം, പിന്നെ മിനിമം 1-2 സ്റ്റാഫ് വേണം, അത്യാവശ്യം ലാപ്ടോപ്പും കമ്പ്യൂട്ടറൊക്കെ വേണം, അല്ലേ? അങ്ങനെയൊക്കെയല്ലേ വരുന്നത്. അപ്പം എന്തായാലും ഒരു റിസപ്ഷനിൽ ഒരാളും വേണം, എന്തായാലും ഒരു സ്റ്റാഫും കൂടി എക്സ്ട്രാ വേണം. അപ്പം ഇന്ന് ഇപ്പോൾ കേരളത്തിലൊക്കെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിൽ ഒരു ഓഫീസിൽ ഒറ്റയ്ക്ക് ഒരു പെൺകുട്ടി ഇരിക്കുക എന്നുള്ളത് പ്രാക്ടിക്കലി ഇത്തിരി ബുദ്ധിമുട്ടുള്ള കാര്യം. ഇപ്പം ഞങ്ങളുടെ ഡൽഹി ഓഫീസിലൊക്കെ അങ്ങനെ ഇരിക്കുന്നുണ്ട്. പക്ഷെ ഇവിടെയാണെങ്കിൽ എങ്ങനെയാണ് ഒറ്റയ്ക്ക് ഇവിടെ ഇരിക്കുക എന്നുള്ളൊരു കൺഫ്യൂഷൻ കാരണം ഒരാളും കൂടി വേണ്ടി വരും. അപ്പോൾ ഇവർക്കൊക്കെ നമുക്ക് ശമ്പളം കാര്യങ്ങളൊക്കെ കൊടുത്തു വരുമ്പോൾ പിന്നെ പ്രൊമോഷൻ ചെയ്യുന്നപ്പോൾ ബാക്കി പൈസയൊന്നും നമ്മളതിൽ ഉണ്ടാവില്ല. ചിലപ്പോൾ നമ്മൾ വല്ല ഗോൾഡ് പണയം വെച്ചിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടായിരിക്കും ഒരു സ്റ്റാർട്ടപ്പ് പോലെ നമ്മൾ തുടങ്ങുന്നത്. അപ്പം അങ്ങനെ തുടങ്ങുന്ന പൈസയിൽ 90% ഇൻഫ്രാസ്ട്രക്ചറിലേക്ക് പോയാൽ ബാക്കിയുള്ള സംഭവം പ്രൊമോഷൻ ചെയ്തിട്ട് അത് ചെയ്യുമ്പോൾ നമുക്കത് സക്സസ് ആവാനുള്ള ചാൻസസും കുറവായിരിക്കും. നമുക്ക് ലയബിലിറ്റി, വർക്കിംഗ് ക്യാപിറ്റൽ ലയബിലിറ്റി കൂടാൻ, അതായത് ഒരു ലോണോ അങ്ങനെയുള്ള കാര്യങ്ങളോ എടുത്ത് അതിൻ്റെ ലയബിലിറ്റി കൂടാനുള്ളൊരു പോസിബിലിറ്റീസും കൂടുതലായിരിക്കും. അതുപോലെ തന്നെ ബ്രേക്ക് ഈവനിലേക്ക് പെട്ടെന്ന് എത്തില്ല. ഇനി എന്തെങ്കിലും കറക്റ്റീവ് മെഷേഴ്സ് ഉണ്ടെങ്കിൽ ചെയ്യാൻ നമുക്ക് ബുദ്ധിമുട്ടായിരിക്കും. ഓക്കെ, അപ്പോൾ ഒരു സ്റ്റാർട്ടപ്പ് എന്നുള്ളൊരു സംഭവത്തിലേക്ക് വരുമ്പോൾ നമ്മൾ മിനിമം ഇൻവെസ്റ്റ്മെൻറ്റ്, ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെൻറ്റിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷനാണ് ഈ വെർച്വൽ ഓഫീസ് എന്ന് പറയുന്നത്. അതായത് നമ്മുടെ ഇവിടുത്തെ ഓഫീസ് നിങ്ങൾക്ക് നിങ്ങളുടെ അഡ്രസ്സിലേക്കായിട്ട് യൂസ് ചെയ്യാം. അഡ്രസ്സ് എല്ലാം സെയിം ആയിരിക്കും. ഒരു വെർച്വൽ നമ്പർ അല്ലെങ്കിൽ സ്യൂട്ട് നമ്പർ ആയിരിക്കും നമുക്ക് എക്സ്ട്രാ ഇതിൽ വരുന്നത് ആ അഡ്രസ്സിൻ്റെ കൂടെ. അപ്പോൾ അത് വെച്ച് നമുക്ക് GSTക്ക് അപ്ലൈ ചെയ്യാം. ഇപ്പോൾ ഒരു കമ്പനി രജിസ്റ്റർ ചെയ്യണമെങ്കിൽ കമ്പനി രജിസ്റ്റർ ചെയ്യാം. ഇപ്പോൾ ഒരു പാർട്ണർഷിപ്പ് വേണമെങ്കിൽ പാർട്ണർഷിപ്പ് ചെയ്യാം. ഏത് എൻറ്റിറ്റി വേണമെങ്കിലും നമുക്ക് രജിസ്റ്റർ ചെയ്യാം. ഒരു ഗുഡ് ചോദ്യം, ഈ GSTക്ക് നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ ഫിസിക്കൽ ഓഫീസിന് വേണ്ടി നമ്മൾ GST അപ്ലൈ ചെയ്യുന്നുണ്ടല്ലോ, അതേപോലെ തന്നെ അതേ പ്രൊസീജിയേഴ്സ് തന്നെയാണോ ഇതിനകത്ത് നമ്മൾ ഫോളോ ചെയ്യുന്നത്? പ്രൊസീജിയേഴ്സിന് വലിയ മാറ്റങ്ങളൊന്നും ഇല്ല. ഇപ്പോൾ GST ഓഫീസേഴ്സ് ചോദിക്കുന്ന ഡോക്യുമെന്റ്സ് പറഞ്ഞത് ഇപ്പോൾ ടെനന്റ് ആണെങ്കിൽ, ഇപ്പോൾ നിങ്ങളൊരു സ്ഥാപനം വാടകയ്ക്ക് എടുത്തിട്ടാണ്, ഓണർ ആണെങ്കിൽ കുഴപ്പമില്ല, അപ്പോൾ അവർ അതിൻ്റെ സെയിൽ ഡീഡോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും ചോദിക്കുന്നത്. അപ്പോൾ അതല്ലെങ്കിൽ അവർ ചോദിക്കുന്ന ഒരു ഡോക്യുമെൻ്റ് എന്ന് പറഞ്ഞത് റെൻ്റൽ എഗ്രിമെൻറ്റ് ചോദിക്കും. പിന്നെ യൂട്ടിലിറ്റി ബില്ല് എന്തെങ്കിലും, അതായത് ഇലക്ട്രിസിറ്റി ബില്ലോ അല്ലെങ്കിൽ ഇപ്പോൾ ടെലിഫോൺ ബില്ലോ അങ്ങനത്തെ എന്തെങ്കിലും ബിൽസ് അവർ ആവശ്യപ്പെടാം. പിന്നെ ഇതിനൊക്കെ കറക്റ്റ് ടാക്സ് അടച്ചിട്ടുണ്ടോ നോക്കുന്നൊരു സിസ്റ്റം ഉണ്ടല്ലോ. കാരണം ഇങ്ങനെയൊക്കെ വരുന്ന സമയങ്ങളിലാണ് നമ്മൾ ടാക്സ് അടയ്ക്കുന്ന സാധനം കൂടി ഒരു ചെക്ക് ചെയ്യുക. അപ്പം ഈ ഒരു കാര്യമൊക്കെ വേണമെന്ന് പറയുമ്പോൾ നമ്മൾ അടച്ചാലേ കിട്ടുള്ളൂ എന്ന് പറഞ്ഞാലല്ലേ അതൊക്കെ കിട്ടുള്ളൂ. അപ്പോൾ ടാക്സ് പെയ്ഡ് റെസിപ്റ്റ്. അപ്പോൾ മിനിമം ഇത്രയും ഡോക്യുമെന്റ്സ് ആണ് നമുക്ക് ഏതൊരു GST അപ്ലൈ ചെയ്യുമ്പോഴും നമുക്ക് വേണ്ടത്. അപ്പം ആ ഡോക്യുമെന്റ്സ് എല്ലാം നമുക്ക് ഇവിടെയും നിങ്ങൾക്ക് കിട്ടും. നിങ്ങൾക്ക് 11 മാസത്തെ റെന്റ് എഗ്രിമെന്റ് കിട്ടും, യൂട്ടിലിറ്റി ബിൽസ് കിട്ടും, ടാക്സ് പെയ്ഡ് റെസിപ്റ്റ് കിട്ടും. ഓക്കെ, അപ്പോൾ അത് നമുക്ക് രണ്ടും ഡോക്യുമെന്റ് വൈസ് നോക്കുകയാണെങ്കിൽ രണ്ടും സെയിം തന്നെയാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഒരു 11 മന്ത് എഗ്രിമെന്റ് ഉണ്ടാവുമല്ലോ, നമ്മൾ ചെയ്യുമ്പോൾ ഇതിനകത്ത് എഗ്രിമെന്റ് വേണമല്ലോ, മറ്റേതുപോലെ തന്നെ ഇതിനൊരു എഗ്രിമെന്റ് വേണം. അപ്പോൾ ഈ എഗ്രിമെന്റ് നമ്മൾ 11 മന്ത് ആണ് നമ്മൾ എടുക്കുന്നതെന്ന് വെച്ചു. അപ്പോൾ നമ്മൾ ആഫ്റ്റർ 11 മന്ത് നമ്മൾ ഇതിൽ മാറി പോകാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അപ്പോൾ ഈ GST നമ്പർ നമുക്ക് അതിനകത്ത് യൂസ് ചെയ്യാൻ പറ്റുമോ? അത് വെരി ഗുഡ് ക്വസ്റ്റ്യൻ. എന്താ വെച്ചാൽ മിക്ക ആൾക്കാരും ചിന്തിക്കുന്നത് അങ്ങനെയാണ്. എന്താ വെച്ചാൽ ഒരു റേഷൻ എടുത്ത് GST കിട്ടിയാൽ പിന്നെ അത് റിന്യൂ ഒന്നും ചെയ്യണ്ട, അങ്ങനെ ഇങ്ങോട്ട് പോകാം. അപ്പം അങ്ങനെ പോകുമ്പോഴത്തുണ്ടാവുന്നൊരു പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ GSTയുടെ കാര്യം പറയുകയാണെങ്കിൽ, ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പം നമ്മൾ അഡ്രസ് ചേഞ്ച് GSTനെ ഇൻഫോം ചെയ്തില്ല വിത്തിൻ 15 ഡേയ്സ് എങ്കിൽ അവർക്ക് ഇപ്പോൾ CGST ആയാലും SGST ആയാലും, അതായത് സെൻട്രൽ ആയാലും സ്റ്റേറ്റ് ആയാലും 25,000 വരെ അവർക്ക് പെനാൽറ്റി ഈടാക്കാം ഓരോരുത്തരും. അതായത് ടോട്ടൽ വന്ന് ഒരു 50,000 രൂപ പെനാൽറ്റി നിങ്ങൾക്ക് ആ ഒരു ഇനത്തിൽ തന്നെ കിട്ടും. ഇനിയിപ്പോൾ ഒരു കമ്പനി നമ്മളവിടെ വന്ന് ഇൻകോർപ്പറേറ്റ് ചെയ്തു, രജിസ്റ്റർ ചെയ്തു. അപ്പോൾ നിങ്ങളുടെ രജിസ്റ്റേർഡ് ഓഫീസ് ഇതാണ്. അപ്പോൾ കമ്പനിയുടെ രജിസ്റ്റർ ഓഫീസ് നമ്മൾ ചേഞ്ച് ചെയ്യുമ്പോൾ നമ്മൾ MCAയിലേക്ക് അത് അതിൻ്റെ ചേഞ്ച് ഓഫ് അഡ്രസ്സ് കൊടുത്തിട്ടില്ലെങ്കിൽ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ കമ്പനിയിൽ നിന്ന് ഒരു ലെറ്റർ വരാം. ആ സമയത്ത് ഓട്ടോമാറ്റിക്കലി നിങ്ങളിവിടെ റിന്യൂ ചെയ്തിട്ടില്ലെങ്കിൽ ഓട്ടോമാറ്റിക്കലി നമ്മളത് എടുക്കില്ലല്ലോ, നമ്മൾ തിരിച്ചയക്കും. അപ്പം അങ്ങനെയൊക്കെ വരുന്ന സംഭവങ്ങളിൽ അവർ നോക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ എന്നാണോ ഈ ബിസിനസ് തുടങ്ങിയത് ആ ഡേറ്റ് എന്നാണോ, ആ ലെറ്റർ എന്നാണോ തിരിച്ചയച്ച ആ ഡേറ്റ് വരെയുള്ള ടൈം പെർ ഡേ 1000 rupees ബോത്ത് കമ്പനി ഓരോ ഇൻഡിവിജ്വൽ ഡയറക്ടേഴ്സും അടയ്ക്കണം.
മാക്സിമം പറയുന്നത് 1 ലക്ഷം രൂപയാണ്. അതായത് കമ്പനിക്ക് 1 ലക്ഷം രൂപ, ഓരോ ഡയറക്ടേഴ്സിനും 1 ലക്ഷം രൂപ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ 2 ഡയറക്ടറും പിന്നെ കമ്പനിയും കൂടിയിട്ട് ഇപ്പോൾ മാക്സിമം സീലിംഗ് ലിമിറ്റ് കഴിഞ്ഞു എന്ന് വെച്ച് കഴിഞ്ഞാൽ മിനിമം ഒരു 3 ലക്ഷം രൂപയുടെ പെനാൽറ്റി നമുക്ക് ഈ ചെറിയൊരു എമൗണ്ട് അടയ്ക്കാനുള്ളൊരു മടി കാരണം നമുക്ക് ചിലപ്പോൾ കയ്യിൽ നിന്ന് പോകാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. അതുകൊണ്ട് റിന്യൂവൽ ചെയ്യുന്നതൊക്കെ കറക്റ്റ് സമയത്തിന് റിന്യൂ ചെയ്താൽ അവർക്ക് കൊള്ളാം. അല്ലെങ്കിൽ നമുക്കിപ്പോൾ നമ്മളിപ്പോൾ എന്ത് ചെയ്യാം, ആദ്യത്തെ പ്രൊസീജിയർ എന്നുള്ള ലെവലിൽ ഇപ്പോൾ ഒരു ലീഗൽ നോട്ടീസോ കാര്യങ്ങളോ നമ്മൾ അയക്കും. അപ്പം അത് കഴിഞ്ഞ് നിങ്ങൾ എന്ത് ചെയ്യണില്ലെങ്കിൽ പിന്നെ നമുക്ക് റെസ്പോൺസിബിലിറ്റി ഇൻറ്റിമേറ്റ് ചെയ്യുന്നത് എന്ന് വെച്ചാൽ ഇപ്പം നമ്മൾ ഇൻറ്റിമേറ്റ് ചെയ്യും എന്ന് പറയാൻ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ സൈബർ ക്രൈംസൊക്കെ കണ്ടമാനം നടക്കുന്നൊരു കാലഘട്ടമാണ്. ഇപ്പം നിങ്ങൾ റിന്യൂ ചെയ്തിട്ടുമില്ല, നിങ്ങളുടെ GST കാര്യങ്ങളൊക്കെ നമ്മുടെ അഡ്രസ്സിൽ നിന്നൊക്കെ എടുക്കുക എന്ന് പറയുന്നത് നമുക്ക് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പം നമ്മളിത് ഓട്ടോമാറ്റിക്കലി നമ്മുടെ സൈഡിൽ നിന്നായാലും ഒരു ഇൻറ്റിമേറ്റ് ചെയ്യേണ്ട റിക്വയർമെൻറ്റ്സ് വരും. അപ്പോൾ ഇൻറ്റിമേറ്റ് ചെയ്യുമ്പോൾ ഒബ്വിയസ്ലി നിങ്ങൾക്കറിയാമല്ലോ, ഓഫീസിൽ കാശ് പ്രത്യേകിച്ച് ഇപ്പോൾ ഗവൺമെൻറ്റിനൊക്കെ പൈസ വളരെ ബുദ്ധിമുട്ടൊക്കെ ഉള്ള ടൈമാണ്. അപ്പോൾ ഒരു ചാൻസ് കിട്ടിയ എവിടെ നിന്ന് പിടിക്കാം. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ എൻ്റെ ഒരു കാറ് ഞാൻ കൊടുത്തിരുന്നു ഒരു 3 വർഷം മുമ്പ്. അപ്പോൾ ആ കാറിൽ അതിന് മുമ്പ് ചെയ്ത ഒരാൾ അവർ യെല്ലോ ബോർഡിൽ നിന്ന് വൈറ്റ് ബോർഡ് മാറ്റിയതാണ്. അപ്പം മാറ്റുമ്പോൾ എന്തുണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ യെല്ലോ ബോർഡിൻ്റെ കാശ് തന്നെ 10 വർഷത്തേക്ക്, അത് 5 വർഷം ടാക്സ് ആയിട്ട് ഓടി, യെല്ലോ ബോർഡ് ഓടി, പിന്നെ അത് വൈറ്റ് ബോർഡിലേക്ക് മാറ്റി. അപ്പോൾ ഈ വൈറ്റ് ബോർഡിലേക്ക് മാറ്റുമ്പോൾ അവർ വൈറ്റ് ബോർഡിൻ്റെ പേയ്മെൻ്റ് ആണ് കൊടുക്കേണ്ടത്. അത് സംവർ അറൗണ്ട് 11% അങ്ങനെ വരുന്നത്, നമ്മുടെ എക്സ്ഷോറൂം പ്രൈസിൽ നിന്ന് 11% വരുന്ന സാധനം ഇവരെന്ത് ചെയ്തു, ടാക്സിയുടെ 6% കാൽക്കുലേറ്റ് ചെയ്തു. മിസ്റ്റേക്ക് ആരുടെയാണ്? ഓഫീസേഴ്സിൻ്റെ മിസ്റ്റേക്കാണ്. അതിൽ ആർക്കും കുറ്റം പറയാൻ പറ്റില്ല. എന്നിട്ട് അവർ NOCയും കൊടുത്തു, ഇത് വൈറ്റ് ബോർഡ് കൺവേർട്ടും ആയി. ഈ സാധനം വെക്കുമ്പോൾ നമ്മൾ നോക്കുമ്പോൾ എന്താ, നമുക്ക് നോ പെനാൽറ്റീസ്, നത്തിങ് ലെഫ്റ്റ്, ഇങ്ങനൊരു സംഭവമാണ് അതിൽ വന്നിരുന്നത്. പക്ഷെ ഒരു 3 വർഷം കഴിയുമ്പോൾ ഓഡിറ്റിങ്ങിൽ കണ്ടുപിടിച്ചു എന്ന് പറഞ്ഞിട്ട് നമുക്ക് ആ ഒരു എമൗണ്ട് സാധനം ലെറ്റർ വരികയാണ്. അപ്പോൾ നമ്മളത് ഓട്ടോമാറ്റിക്കായിട്ട് അടയ്ക്കേണ്ട ഒരു അവസ്ഥ ആ സാധനത്ത് വരുന്നു. പഴയ ഓണറോട് ചോദിച്ചാൽ അവരെന്ത് പറയും, ഞാൻ നിങ്ങൾക്ക് തരുമ്പോൾ എല്ലാം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. ഇപ്പം അതിന് എന്താ ചെയ്യുക, ഇപ്പം ഗവൺമെൻറ് എന്ത് പറയും, ആരാണ് ഇപ്പോഴത്തെ ഓണർ, ഞങ്ങൾക്ക് അവർക്കല്ലേ ചെയ്യാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ നിങ്ങൾ ചെയ്തില്ലെങ്കിൽ ഞങ്ങൾക്ക് റവന്യൂ റിക്കവറിയിൽ സാധനം കൊണ്ടുപോകാം. അപ്പം ഈ മാതിരിയാണ് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ ഇത്രയും ബുദ്ധിമുട്ടി നിൽക്കുന്നതുകൊണ്ടാണല്ലോ ഈ പണ്ടത്തെ ഏതോ കാലത്ത് നടന്ന കാര്യങ്ങളൊക്കെ തപ്പിപ്പിടിച്ച് നോട്ടീസസ് ചെല്ലുന്നത്. ഇപ്പം നിങ്ങളിപ്പോൾ കേട്ടിട്ടുണ്ടാവും, ഇപ്പോൾ ബാംഗ്ലൂരൊക്കെ ഈ UPI പേയ്മെൻറ്റ്സ് എടുക്കൽ നിർത്തി. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇന്നത്തെയൊക്കെ മെയിൻ ഹൈലൈറ്റ്സ് അതാ. എന്താ വെച്ചാൽ ക്യാഷ് ആയിട്ട് നിങ്ങൾ പേ ചെയ്യുകയാണെങ്കിൽ കൂടുതൽ ഡിസ്കൗണ്ട് കൊടുക്കാം. UPI ആയിട്ട് ചെയ്യുമ്പോൾ വേണ്ട. എന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ 20 ലക്ഷത്തിന് മുകളിലൊരു സർവീസ് ആണെങ്കിലും GST എടുക്കണം എന്നാണ് നിയമം, ഏത് ബിസിനസ്സിനാണെങ്കിലും. അതുപോലെ 40 lakhsന് മുകളിലൊരു ബിസിനസ് വന്നു കഴിഞ്ഞാൽ, ഇപ്പോൾ ട്രേഡിംഗ് ആണെങ്കിൽ അവരും GST എടുക്കണം. അപ്പം ഈ എമൗണ്ട് UPIയിൽ നോക്കുമ്പോൾ 2022, 23, 24 കാലഘട്ടങ്ങളിൽ തൊട്ട് ഇവർ ഈ ത്രഷോൾഡൊക്കെ ഓൾറെഡി ക്രോസ് ചെയ്തേക്കാം. പക്ഷെ അവർ ചെയ്യുന്ന പണി എന്താ, മാർക്കറ്റിൽ വെജിറ്റബിൾ കച്ചവടമാണ്. പക്ഷെ അത് GST വരുന്നില്ല. പക്ഷെ ആൾക്കാർക്ക് UPI പേയ്മെൻറ്റിനകത്ത് യൂസ് ചെയ്ത് അതിങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഇവരുടെ അക്കൗണ്ടിൽ ഇങ്ങനെ പൈസ വന്നുകൊണ്ടിരിക്കുക. അപ്പോൾ ഇതെല്ലാം മോണിറ്റർ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ അങ്ങനത്തെ ഉള്ള കച്ചവടക്കാർക്ക് പോലും ഇപ്പോൾ വെർച്വൽ ഓഫീസ് വഴിക്ക് ഇവർക്ക് GST എടുക്കാൻ പറ്റും. കാരണം അവർ നോക്കുമ്പോൾ അവർക്ക് റെൻ്റൽ എഗ്രിമെൻ്റ് ഇല്ല അല്ലെ. റോട്ടി കച്ചവടം ചെയ്യുന്നവർക്ക് റെൻ്റ് എഗ്രിമെൻറ്റും കാര്യങ്ങളും ഉണ്ടാവില്ലല്ലോ. പക്ഷെ GST പെർവ്യൂവിൽ പെടാത്ത എക്സംപ്റ്റഡ് ഗുഡ്സ് ആണെങ്കിൽ പോലും ഈ എമൗണ്ട് വരുമ്പോൾ അത് അറിയണില്ലല്ലോ. അതിന് നമുക്ക് സിസ്റ്റമാറ്റിക് ആയിട്ടൊരു അക്കൗണ്ട്സ് വേണം, അക്കൗണ്ട്സ് കീപ്പ് ചെയ്യണം, നമ്മൾ പർച്ചേസ് ചെയ്യുന്ന ബിൽസ് കാര്യങ്ങൾ കീപ്പ് ചെയ്യണം. ഇതെല്ലാം ഇന്ന് കറക്റ്റായിട്ട് പോയാൽ മാത്രമാണ് ഇന്ന് രക്ഷയുള്ളൂ. അപ്പം അതുകൊണ്ട് ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഒഴിവാക്കാൻ ഇപ്പോൾ അവർ ചെയ്യുന്നൊരു പരിപാടി എന്താ വെച്ച് കഴിഞ്ഞാൽ, വളരെ കഷ്ടപ്പെട്ടിട്ടാണ് ഇപ്പോൾ മോദി സർക്കാരും ആൾക്കാരൊക്കെ ഈ ഡിജിറ്റൽ ഇന്ത്യ എന്ന് പറഞ്ഞിട്ട് ഇത് ഇത്രയ്ക്കൊക്കെ UPI പേയ്മെൻറ്റ്സ് ഒക്കെ പ്രൊമോട്ട് ചെയ്യുന്നത്. അത് വീണ്ടും പഴയ പോലെ ക്യാഷിലേക്ക് കൊണ്ടുവരാനുള്ള അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. അപ്പോൾ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു ലൂപ്പ് ഹോൾ ഇല്ലാതെ എല്ലാ മണിയും ഗവൺമെൻറ്റിന് പ്രോഫിറ്റബിൾ ആയിട്ടുള്ള രീതിയിലും, അതായത് ബ്ലാക്ക് മണി എന്നുള്ളൊരു സിസ്റ്റം കംപ്ലീറ്റ്ലി എലിമിനേറ്റ് ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തിലാണ് ഈ മാതിരിയുള്ള കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ ഒരാൾക്കും വെറുതെ അക്കൗണ്ടിൽ പൈസ വരാൻ പാടില്ല. ഇനി ക്യാഷായി വെച്ചാൽ അതിൻ്റേതായിട്ടുള്ള റിസ്ക് ഉണ്ട്. കാരണം ഒരാൾ ക്യാഷ് കീപ്പ് ചെയ്യുന്നതിനൊരു ലിമിറ്റ് ഉണ്ട്. അപ്പോൾ ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ വിദേശ രാജ്യങ്ങളിൽ നിയമം കറക്റ്റായിട്ട് പാലിച്ച് പോകണം. അപ്പം അതേ രീതിയിൽ തന്നെ ഇനി വരും കാലങ്ങളിൽ നമ്മൾ കറക്റ്റായിട്ട് സിസ്റ്റമാറ്റിക്കായിട്ട് കാര്യങ്ങൾ ചെയ്തു പോയില്ലെങ്കിൽ ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ നമുക്ക് വരാം.
അതേപോലെ WBBക്ക് എവിടെയൊക്കെ ബ്രാഞ്ചസ് ഉണ്ട്, അല്ലെങ്കിൽ എവിടെയൊക്കെ നിങ്ങൾ ഇങ്ങനെ വെർച്വൽ സ്പേസ് ഇപ്പോൾ കൊടുക്കണം? WBB ആദ്യം തുടങ്ങിയിട്ടുള്ളത് ഇപ്പോൾ കൊച്ചി, എറണാകുളത്ത്, പനമൽനഗറിലാണ് തുടങ്ങിയിട്ടുള്ളത്. അപ്പം അതിന് ശേഷം ഇപ്പോൾ നമ്മൾ ഇപ്പോൾ ബാംഗ്ലൂർ നമുക്ക് കോറമംഗലയിൽ ഇപ്പോൾ നമുക്ക് ഓഫീസുണ്ട്. ഇപ്പോൾ ചെന്നൈയിലാണെങ്കിൽ നമുക്ക് ലിറ്റിൽ മൗണ്ട് മെട്രോ സ്റ്റേഷൻ്റെ അടുത്തായിട്ടാണ് നമുക്ക് ഓഫീസ് വരുന്നത്. അപ്പോൾ സേതാപ്പേട്ട ഗിണ്ടി ആ ഒരു പോയിന്റിലായിട്ട് വരും അത്. പിന്നെ ഇപ്പോൾ ഡൽഹിയിലാണെങ്കിൽ ഇപ്പോൾ ലക്ഷ്മി നഗറിൽ വരുന്നുണ്ട്. അപ്പം ഇനി ഫ്യൂച്ചറിൽ എന്ന് പറഞ്ഞപ്പോൾ നമ്മളിപ്പോൾ അധികം വൈകാതെ നിയറസ്റ്റ് ഫ്യൂച്ചറിലേക്ക് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് മുംബൈ അല്ലെങ്കിൽ ഹൈദരാബാദ് പോലുള്ള സ്ഥലങ്ങളിലേക്കും കൂടി ഇപ്പോൾ ഇതൊന്ന് എക്സ്പാൻഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പം അതിൻ്റെ ഡിസ്കഷൻസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഞങ്ങളൊരു പ്രത്യേകത എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് ഇപ്പോൾ ഈ ഓരോ സ്ഥലത്തും ഓരോ റിക്വയർമെൻറ്റ് ഉണ്ടാവും. അപ്പം നമ്മൾ ഇപ്പോൾ തുടങ്ങിയ ഉടനെ നമുക്ക് വേണമെങ്കിൽ ഒറ്റയടിക്ക് ഇപ്പോൾ എത്ര സ്റ്റേറ്റിലേ ഉള്ളൂ, വേണമെങ്കിൽ എല്ലായിടത്തും ഒരുമിച്ച് ഓരോ വെർച്വൽ ഓഫീസ് തുടങ്ങാൻ ഇത്രയ്ക്കുള്ള ബുദ്ധിമുട്ടുള്ളൂ. പക്ഷെ അത് ചെയ്യാത്ത എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ മാർക്കറ്റ് സ്റ്റഡി ചെയ്യണം, അവിടുത്തെ റിക്വയർമെൻറ്റ്സ് എന്താണെന്ന് നോക്കണം, ലോക്കൽ റൂൾസ് എങ്ങനെയാണെന്ന് നോക്കണം. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ മഹാരാഷ്ട്രയിലെ നിയമം അനുസരിച്ചിട്ട് എല്ലാ റെൻ്റ് എഗ്രിമെൻറ്റും നമുക്ക് രജിസ്റ്റർ ചെയ്യണം. ഇപ്പം കേരളത്തിൽ അത് കൊണ്ടുവരാൻ പോകാമെന്ന് പറയേണ്ടായിരുന്നു. എന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സർക്കാർ ഇപ്പോൾ അത് പിന്നെ എന്ത് പറ്റിയാവും, ഇപ്പോൾ ഇലക്ഷനൊക്കെ അടുത്തിട്ടുള്ളതുകൊണ്ടാണോ അത് ഇംപ്ലിമെൻറ്റ് ചെയ്യാത്തതെന്ന് അറിയില്ല. അതായത് എല്ലാ റെൻ്റ് എഗ്രിമെൻറ്റും രജിസ്റ്റർ ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി അതിൻ്റെ പെർസെൻറ്റേജ് അല്ല, ഇപ്പോൾ 1% ആയാലും 2% ആയാലും ആ ടോട്ടൽ റെൻ്റ് എഗ്രിമെൻറ്റ് ലീസ് പീരിയഡിൻ്റെ ആ ഒരു എമൗണ്ട് എനിക്ക് തോന്നുന്നു അത് 8% ഒക്കെയാണ് തോന്നുന്നു കേരളത്തിൽ വരുന്നത് ഉദ്ദേശിച്ചിരുന്നത്. അപ്പോൾ ഇത്രയും എമൗണ്ട് അവർക്ക് ഗവൺമെൻറ്റിലേക്ക് കിട്ടാണ്, അതായത് ലോക്കൽ ബോഡീസിന് കിട്ടാണ്. അപ്പോൾ ഇത് ഇപ്പം നമുക്ക് ഇവിടെയൊക്കെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് അതിൻ്റെ ആവശ്യമില്ല, നമുക്കൊരു റെൻ്റ് എഗ്രിമെൻ്റ് എടുക്കാം. കൂടിയെന്ന് ചില കേസിൽ ചിലപ്പോൾ ഒരു നോട്ടറി ചെയ്യണമെന്ന് ചിലപ്പോൾ പറയായിരിക്കും. അപ്പോൾ അത് രജിസ്റ്റർ ചെയ്യണമെന്ന് നിർബന്ധമില്ല, പ്രൊവൈഡഡ് അത് 11 മന്ത്സിനും കൂടരുത്. ഇപ്പോൾ ഒരു 11 മന്ത്സിനുള്ളിലുള്ള എഗ്രിമെൻ്റ് ആണെങ്കിൽ, അല്ലെങ്കിൽ 11 മന്ത്സ് വെച്ചാൽ 1 ഇയറിന് താഴെ നിൽക്കുന്ന എഗ്രിമെൻറ്റുകൾക്ക് നമുക്ക് രജിസ്റ്റർ ചെയ്യണമെന്ന് നിർബന്ധം ഇപ്പോൾ ഇല്ല. പക്ഷെ നമ്മൾ 11 മന്ത്സിൻ്റെ ഹൈലും 1 മന്തിൻ്റെ ഹൈലും റെൻ്റ് എഗ്രിമെൻ്റ് എല്ലാം രജിസ്റ്റർ ചെയ്യണം. എവിടെയാണെങ്കിൽ ഇപ്പോൾ മഹാരാഷ്ട്ര ബെൽറ്റിലാണെങ്കിൽ, മഹാരാഷ്ട്ര മുംബൈയൊക്കെ അതിൽ പെട്ടതാണ്, മുംബൈ പൂനെയൊക്കെ ആ ഒരു സെഗ്മെൻറ്റിൽ പെട്ടതാണ്. അപ്പം അങ്ങനെ ഓരോ സ്ഥലത്തും ഓരോ നിയമങ്ങളുണ്ട്, ഓരോ രീതികളുണ്ട്. അപ്പോൾ അതൊന്ന് സ്റ്റഡി ചെയ്ത് ഒരു ഇപ്പം നിങ്ങൾ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഇപ്പോൾ വെർച്വൽ ഓഫീസ് നമ്മുടെ മെയിനായിട്ട് സ്റ്റാർട്ടപ്പുകൾക്കാണ് കൊടുക്കുന്നത്. എന്തെന്ന് വെച്ചാൽ ബിസിനസ് പഠിക്കാൻ തുടങ്ങുന്ന ആ ഒരു ടൈം ഫ്രെയിം സ്റ്റാർട്ടപ്പുള്ള ആൾക്കാർക്കാണ് ഇത് കുറച്ചും കൂടെ നല്ലതെന്ന് എക്സാക്ട്ലി തോന്നുന്നു. ഒരുപാട് ഇൻവെസ്റ്റ് ചെയ്യാതെ തന്നെ അവർക്ക് ഇപ്പൊ ഞങ്ങൾ ബിസിനസ് തുടങ്ങുമ്പോൾ ഇപ്പൊ കൊറോണ സമയം ആ സമയത്തൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൊത്തത്തിൽ ബിസിനസ് ഒന്നും ഇല്ല, വളരെ ബുദ്ധിമുട്ടായിട്ട് ഓഫീസുകളൊക്കെ ഷട്ട് ഡൗൺ ചെയ്യുന്ന ഒരു സിസ്റ്റമായിരുന്നു. ഈവൻ ഇപ്പം ഞങ്ങളുടെ തന്നെ കുറേ എക്സ്റ്റൻഷൻ നമ്മൾ എടുത്തിട്ടുണ്ട്, കാരണം അവരൊക്കെ ഓഫീസ് ഇട്ടിട്ട് പോയിട്ടുള്ള ആൾക്കാരായിരുന്നു. അപ്പം എന്താന്ന് സംഭവിച്ചിരുന്നത്, അന്ന് നമുക്ക് വീട്ടിൽ തന്നെ ഇരിക്കണം, അല്ല സാമൂഹിക അകലം പാലിക്കണം. ഇപ്പം ഇങ്ങനത്തെ സംഭവം വരുമ്പോൾ ഒരു ഓഫീസ് ഇൻഫ്രാസ്ട്രക്ചറിൻ്റെ റെൻറ്റും സാധനങ്ങളും കൊടുത്ത് ഒബിയസ്ലി സ്റ്റാഫിനൊന്നും വരാൻ പറ്റില്ല. അപ്പോൾ അത് മിക്കവർക്കും ബുദ്ധിമുട്ടാണ്. അപ്പോൾ അങ്ങനെയൊക്കെ വരുന്ന സാഹചര്യത്തിൽ ആൾക്കാർ എന്ത് ചെയ്തു, അത് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ വിർച്വൽ കൺസെപ്റ്റിലേക്ക് മാറി ചിന്തിക്കാൻ തുടങ്ങി. അതുവരെ വിദേശ രാജ്യങ്ങളിൽ വളരെ പ്രോമിനൻ്റ് ആയിട്ടുള്ളൊരു സിസ്റ്റമാണത്, ഇപ്പോൾ വിർച്വൽ ഓഫീസ് എന്ന് പറയുന്ന കാര്യങ്ങളൊക്കെ. പക്ഷെ ഇവിടെയൊക്കെ ഈ കൊറോണ വന്ന സമയത്തായിരുന്നു ഇതിൻ്റെ ഇമ്പാക്റ്റ് വന്നത്. അപ്പോൾ അതിന് മുമ്പും നമ്മളിപ്പോൾ പല ആഡും കണ്ടിട്ടുണ്ട്. ഇപ്പോൾ Paytm നമുക്കിപ്പോൾ ഓട്ടോറിക്ഷയിൽ പോകുമ്പോൾ ക്യാഷിൽ ചേഞ്ച് കൊടുക്കുമ്പോൾ ഈ തല്ലൂടുന്നല്ലേ കുറേ ആഡൊക്കെ വന്നിട്ടുണ്ട്. പക്ഷെ Paytm അന്ന് കാണിക്കുമ്പോഴും ആൾക്കാർ Paytm ഒന്ന് ഡൗൺലോഡ് ചെയ്ത് ചെയ്യാനുള്ളൊരു ഇതൊന്നും ആൾക്കാർക്ക് ഉണ്ടായിരുന്നില്ല. പക്ഷെ ഈ കൊറോണയുടെ ഈ സംഭവം വന്നപ്പോഴും ഇപ്പോൾ ഈ നോട്ട് പിൻവലിക്കുന്ന സംഭവങ്ങളൊക്കെ വന്നപ്പോഴും ഈ സാധനം കൂടുതൽ യൂസ് ചെയ്യാൻ തുടങ്ങി. അതുപോലെ തന്നെയാണ് ഇപ്പോൾ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഈ കൊറോണ ടൈമിൽ ഇൻഫ്രാസ്ട്രക്ചർ, കാരണം കമ്പനി രജിസ്റ്റർ ചെയ്തു, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അത് ഒന്നിനെങ്കിൽ വൈൻഡപ്പ് ചെയ്യണമെങ്കിൽ തുടങ്ങുന്നതിനാളും കഷ്ടമാണ്. ഒരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി തുടങ്ങുന്നത് ഈസിയാണ്, പക്ഷെ അവസാനിപ്പിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് കണ്ടമാനം പൈസ ചിലവുണ്ട്. ഇനി ഇത് രജിസ്റ്റേർഡ് ഓഫീസ് റിന്യൂ ചെയ്തില്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പെനാൽറ്റിയും കാര്യങ്ങളൊക്കെ വരും. അപ്പോൾ അവർക്ക് എന്ത് ചെയ്യണം? അപ്പോൾ ഈ സാധനം മെയിൻറ്റെയിൻ ചെയ്ത് പോകണമെങ്കിൽ അവർക്ക് വളരെ കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ഇൻഫ്രാസ്ട്രക്ചറിൻ്റെ റിക്വയർമെൻ്റ് ഉണ്ട്. അറ്റ്ലീസ്റ്റ് അവരുടെ കാര്യങ്ങളൊന്നും സ്റ്റഡി ആവുന്നവരെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. അപ്പം അങ്ങനെയുള്ള ഒരുപാട് പേര് വിർച്വൽ ഓഫീസിലേക്ക് മാറിയിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഫിലിം പ്രൊഡക്ഷൻ യൂണിറ്റ് ഒക്കെ തുടങ്ങാൻ ഉദ്ദേശിക്കുന്ന ആൾക്കാർ, അപ്പം അവിടെ അങ്ങനെയുള്ള കേസുകൾ ഇവർക്കൊക്കെ ശരിക്കും പറയാച്ചാൽ ഇപ്പം ഇവിടെ തന്നെ ഇഷ്ടപ്രകാരം കമ്പനി ഫിലിം റിലേറ്റഡ്
പ്രൊഡക്ഷൻ യൂണിറ്റ്സ് ഒക്കെ ഇഷ്ടപ്രകാരം സ്റ്റാർട്ട് ചെയ്തത്. കാരണം അവർക്ക് ആ ഫിലിം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഫിലിം കഴിഞ്ഞാൽ പിന്നെ അവരുടെ ഭാഗ്യം പോലെയാണല്ലോ. അതല്ല, ഒരു ഫിലിമിന്റെ ഡിസ്കഷൻ ആയാലും എന്തിനായാലും നമുക്ക് അവർക്ക് ഇങ്ങനെ എടുക്കുന്ന സ്പേസ് ഭയങ്കരമായിട്ട് യൂസ്ഫുൾ അപ്പൊ ഇങ്ങനെ വരുന്ന സമയത്ത് ചില ആൾക്കാർ പറയും അത് ചെന്നൈയിൽ തുടങ്ങുകയാണെങ്കിൽ കുറച്ചും കൂടി നല്ലതായിരിക്കും, അല്ലെങ്കിൽ ഇപ്പൊ ഹൈദരാബാദിലാണെങ്കിൽ കുറച്ചുകൂടി നല്ലതായിരിക്കും എന്നൊക്കെയുള്ള ഒരു കൺസെപ്റ്റ് ഒക്കെ ഉണ്ട്. അപ്പൊ നമുക്കുള്ളൊരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് നമുക്ക് ഈ ഏത് സ്ഥലത്താണെങ്കിലും തുടങ്ങാൻ നമുക്ക് യാതൊരു കുഴപ്പമില്ല. നമുക്ക് ആ ഫെസിലിറ്റീസ് ഫുള്ള് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ ഇന്നത്തെ കാലഘട്ടത്തിൽ എല്ലാവരും ഈ ഒരു ട്രെൻഡിനൊപ്പം മാറുമായിരിക്കും അല്ലേ? ട്രെൻഡിനൊപ്പം മാറേണ്ടതാണ് നല്ലത്. ഇപ്പൊ ഞാനൊരു കാര്യം പറയുകയാണെങ്കിൽ, ഇപ്പൊ ബാങ്കിൽ നിന്ന് നമുക്കൊരു ലോൺ കിട്ടണമെങ്കിൽ ഒരു 20% നമ്മൾ ഓൺ കോൺട്രിബ്യൂഷൻ വേണമെന്നാണല്ലോ. ഒരു മാർജിൻ മണി എന്തെങ്കിലും നമ്മൾ ഇപ്പൊ എന്ത് പ്രോജക്റ്റ് നമ്മൾ കൊടുത്താലും 100% ഒരിക്കലും ഇഷ്യൂ ഇല്ല. കുറച്ച് എമൗണ്ട് നമുക്ക് മാർജിൻ വേണം, അല്ലെങ്കിൽ അതിൻ്റെ ആ മാർജിൻ്റെ എമൗണ്ട് സെക്യൂരിറ്റി നമുക്ക് വെക്കേണ്ടി വരും. ഇപ്പോൾ ഈ വെർച്വൽ ഓഫീസ് ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു 5% മതിയാവും. എന്ത്, നമ്മളൊരു ബിസിനസ് തുടങ്ങുമ്പോൾ ആ ഒരു 5% എമൗണ്ട് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമുക്കൊരു ബിസിനസ് നല്ല കൂളായിട്ട് സ്റ്റാർട്ട് ചെയ്ത് അറ്റ്ലീസ്റ്റ് നമുക്ക് സ്യൂട്ടാണോ എന്ന് നിങ്ങൾ അറിയാം. മിക്ക ആൾക്കാരും ഇപ്പോൾ എന്ത് സംഭവിക്കുന്ന വെച്ച് കഴിഞ്ഞാൽ, ബിസിനസ് ചെയ്യാൻ ഇറങ്ങുന്ന ആൾക്കാർ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ ആദ്യമായിട്ടൊരു കാറ് മേടിക്കുമ്പോൾ ചിലപ്പോൾ നാനോ കാറോ അല്ലെങ്കിൽ മാരുതി കാറോ ഒക്കെ അല്ലേ മേടിക്കുന്നത് അല്ലേ? പിന്നെ പതുക്കെ അല്ലേ അത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് കയറുന്നത്. അപ്പം അതുപോലെ തന്നെ ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് എന്നുള്ള ലെവലിൽ ഫസ്റ്റ് ഫേസിൽ ഇതൊന്ന് പഠിക്കാനായിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ പോലും വെർച്വൽ ഓഫീസിലേക്ക് വരുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത്. കാരണം എന്നും 1-ാം തീയതി ശമ്പളം മേടിക്കുന്ന കാറ്റഗറിയിലുള്ള ആൾക്കാരായിരിക്കും പെട്ടെന്ന് ഒരു അൺസർട്ടൈൻ ആയിട്ടുള്ളൊരു സ്ഥലത്തേക്ക് വരുന്നത്. അപ്പം അങ്ങനെയൊക്കെ വരുമ്പോൾ അവർക്കത് അഡ്ജസ്റ്റ് ചെയ്യാനും കാര്യങ്ങൾക്കൊക്കെ ഒരു ബുദ്ധിമുട്ടുണ്ടാവും അല്ലേ? അപ്പോൾ ചിലപ്പോൾ വീട്ടിലെ ഭാര്യയുടെ ഗോൾഡൊക്കെ പണയം വെച്ചിട്ടായിരിക്കും ആൾക്കാർ ഈ ബിസിനസ്സിലേക്ക് ഇറങ്ങുന്നത്. അതിൻ്റെ പേരിൽ കുറേ ഡിവോഴ്സും കാര്യങ്ങളൊക്കെ ഇപ്പോൾ നടക്കുന്നുണ്ട്. അപ്പോൾ ഇതിലേക്കൊന്നും പോവാതെ ആദ്യം തന്നെ നമ്മൾ ബിസിനസ് ഒരു സ്റ്റാർട്ടിങ് മോഡൽ, ഒരു സ്റ്റഡി മോഡൽ കൺസെപ്റ്റിലേക്ക് എടുക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു രീതിയിലേക്ക് പോകുമ്പോൾ വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. ഇപ്പോൾ നിങ്ങൾ പണ്ടൊക്കെ ആയിരുന്നെങ്കിൽ, ഇപ്പോൾ വളരെ വർഷങ്ങൾക്ക് മുമ്പ് ഇപ്പോൾ ഇവിടെ ഒരുപാട് ജ്വല്ലറികളൊക്കെ ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ വർഷങ്ങൾക്ക് മുമ്പ് ഉള്ളൊരു ട്രെൻഡ് എന്ന് പറഞ്ഞത്, ഞങ്ങൾക്ക് അബുദാബിയിലൊരു ഷോപ്പുണ്ട്, ഷാർജയിലൊരു ഷോപ്പുണ്ട് എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ ബ്രാൻഡ് ഇമേജ് കൂടുകയാണ്. ചിലപ്പോൾ ഇവിടെ അവർക്ക് ഫിസിക്കൽ ഓഫീസായിരിക്കും, അത്യാവശ്യം ഒരു ചെറിയ കച്ചവടങ്ങളൊക്കെ കിട്ടുന്നുണ്ടാവും. ഇപ്പോൾ ചിലപ്പോൾ കൊച്ചിയിൽ ഓഫീസ് വേണ്ടി വരില്ല, ഓൾറെഡി ഓഫീസുള്ള ആൾക്കാർ തന്നെ ആയിരിക്കും. പക്ഷേ ഒരു കസ്റ്റമറെ സംബന്ധിച്ചിടത്തോളം മൾട്ടിപ്പിൾ ലൊക്കേഷനിൽ ബ്രാഞ്ചസ് ഉണ്ട് എന്ന് പറയുമ്പോൾ അവരുടെ ബിസിനസ് കൂട്ടാനും അത് ഉപകരിക്കും. അപ്പോൾ നിങ്ങൾ വെർച്വൽ ഓഫീസ്, ഇപ്പോൾ നമ്മുടെ WBBയിലെ ഒരു കാര്യം പറയുകയാണെങ്കിൽ, നിങ്ങൾക്കിപ്പോൾ ഞങ്ങളുടെ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള എല്ലാ ബ്രാഞ്ചസിലും നിങ്ങൾക്ക് വേണമെങ്കിൽ ഓഫീസസ് തുടങ്ങാം. അപ്പോൾ ഞങ്ങൾക്ക് ബാംഗ്ലൂർ കോറമംഗലയിലുണ്ട്, ഡൽഹിയിലാണെങ്കിൽ ലക്ഷ്മി നഗറിലാണ് ഞങ്ങളുടെ ഓഫീസ് വരുന്നത്, ചെന്നൈയിലാണെങ്കിൽ ലിറ്റിൽ മൗണ്ട് സ്റ്റേഷൻ മെട്രോ സ്റ്റേഷൻ്റെ അടുത്താണ് ഞങ്ങളുടെ ഓഫീസ് വരുന്നത്. അപ്പോൾ നിങ്ങൾക്കൊരു ബിസിനസ് എറണാകുളത്തുണ്ട്, കൊച്ചിയിലുണ്ട്, അല്ലെങ്കിൽ മലപ്പുറത്തുണ്ട്, അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും ഉണ്ട്, അല്ലെങ്കിൽ ഏതെങ്കിലും റിമോട്ട് ഏരിയയിലാണ് നിങ്ങളുടെ ബിസിനസ് എങ്കിൽ നിങ്ങളുടെ ബ്രാൻഡ് ഇമേജ് കൂട്ടാൻ അല്ലേ? ഇപ്പോൾ മലപ്പുറത്തൊരു ബിസിനസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കൊച്ചിയിലൊരു ഓഫീസ് ഉണ്ടെന്ന് പറയുമ്പോൾ നിങ്ങളുടെ ബ്രാൻഡ് ഇമേജ് കൂടും. അപ്പോൾ അതേ നിങ്ങൾക്ക് തന്നെ ചെന്നൈയിലും ബാംഗ്ലൂരും ഡൽഹിയിലും ഒക്കെ നിങ്ങൾക്ക് ഓഫീസസ് ഉണ്ട്, അതിൻ്റെ അഡ്രസ്സസ് ഉണ്ട്, അത് നിങ്ങൾ വെബ്സൈറ്റിൽ ഇടാൻ പറ്റും. അതുപോലെ നിങ്ങൾ നിങ്ങളുടെ വിസിറ്റിംഗ് കാർഡിലോ കാര്യങ്ങളിലോ അത് കൊടുക്കുകയാണെങ്കിൽ നിങ്ങളുടെ ബ്രാൻഡ് ഇമേജ് കുറച്ചും കൂടിയും കൂടും. ഞാൻ നേരത്തെ പറഞ്ഞ ജ്വല്ലറിയുടെ എക്സാമ്പിളാണ് അതിന് ഉദാഹരണം അല്ലേ? അങ്ങനെ പുറത്തുള്ള ഒരു ബ്രാഞ്ചുള്ള ജ്വല്ലറികൾ തന്നെയാണ് സക്സസ്ഫുൾ ആയിട്ടുള്ളതും അല്ലേ? ഇപ്പം അയോധ്യ ആയാലും ആലുക്കാസ് ആണെങ്കിലൊക്കെ അങ്ങനെ തന്നെയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ആ ഒരു ഫെസിലിറ്റി നമുക്ക് അവൈലബിൾ ആയിരിക്കും.